ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ 11 കുറ്റവാളികളും കീഴടങ്ങി. സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അവസാനിച്ചതോടെ ഇന്നലെ രാത്രി ഗോദ്ര സബ് ജയിലിൽ കീഴടങ്ങി. വിവരങ്ങളുമായി ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാമ, ഈ 11 കുറ്റവാളികളും നിലവിൽ കീഴടങ്ങിയിട്ടുണ്ടോ? എപ്പോഴാണ് ഇവർ ജയിലിൽ കീഴടങ്ങിയത്? ഗോദ്രയിലെ സബ് ജയിലിൽ ഇന്നലെ രാത്രി 11:30-ഓടെയാണ് ഈ 11 കുറ്റവാളികളും കീഴടങ്ങാനെത്തിയത്. ഈ സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ കീഴടങ്ങൽ. രാത്രി 11:30-ഓട് കൂടി 2 സ്വകാര്യ വാഹനങ്ങളിലായാണ് ഇവർ എത്തുകയും കീഴടങ്ങുകയും ചെയ്തത്. 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണം എന്നായിരുന്നു ജനുവരി 8-ന് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. അത്തരമൊരു വിധിയാണ് നേരത്തെ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. 2002-ലാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നത്. ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നതാണ് ഈ 11 പേർക്കും എതിരായ പ്രധാനപ്പെട്ട കേസ്. മാത്രമല്ല, ഇവർ മറ്റ് 3 കൊലപാതക കേസുകളിൽ കൂടി പ്രതിയാണ്. അന്ന് ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നത് മാത്രമല്ല, 3 വയസ്സുകാരിയായ കുഞ്ഞിനെയും ഉൾപ്പെടെയുള്ള 7 കുടുംബാംഗങ്ങളെയും അന്ന് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഗോദ്ര കലാപത്തിൻ്റെ ഭാഗമായി, ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായാണ് അന്ന് അത്തരമൊരു അതിക്രമങ്ങൾ നടന്നത്. ഇതിലാണ് 11 പേർ ശിക്ഷിക്കപ്പെട്ടത്. ഈ ശിക്ഷിക്കപ്പെട്ട 11 പേർ പിന്നീട് ശിക്ഷാ ഇളവ് തേടി ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കുകയും ഗുജറാത്ത് സർക്കാർ ശിക്ഷാ ഇളവ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ശിക്ഷാ ഇളവ് ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഗുജറാത്ത് സർക്കാരിന് ഈ ശിക്ഷാ ഇളവ് നൽകാനുള്ള അധികാരപരിധിയില്ല എന്നതായിരുന്നു. കാരണം ഇതിൻ്റെ വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് മഹാരാഷ്ട്രയിലാണ്, ബോംബെയിലാണ് നടന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സർക്കാരാണ് ഇവരുടെ ശിക്ഷാ ഇളവ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഒന്നാമത്തെ. ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് ബിൽക്കിസ് ബാനു. കേസിൽ വിവരങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയത്.